നിങ്ങൾ ആരെങ്കിലും വാക്സിൻ എടുത്തിനാ? രക്ഷപ്പെട്ടു കേട്ടോ. വാക്സിൻ എടുത്തില്ലേ? സന്തോഷായി. വരട്ടെ. എന്താ ചെയ്യാ? വാക്സിനേഷൻ എടുത്തിട്ടുണ്ട്. ഡേറ്റ് വരും. അതോ എന്താ ഞാൻ പറഞ്ഞു? ഞാൻ എന്താ നിങ്ങളോടൊക്കെ പറഞ്ഞേന്ന്? വാക്സിനേഷൻ എടുത്തവർക്കൊക്കെ പ്രശ്നമാണ്. ഇതപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞൊക്കെ അവിടെ കിടക്കട്ടെ. വാർത്തകൾ കേൾക്കണ്ടോ നിങ്ങൾ ടിവിയിലും പത്രത്തിലൊക്കെ? വാക്സിനേഷൻ എടുത്തവരുടെ കാര്യങ്ങളൊക്കെ പോക്കാണ്. ഓ ഹൃദയസ്പന്ദനോ? എന്റെ അപ്പൂപ്പൻ ഇതിനകത്ത് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു. ഒരു വാക്സിനേഷൻ ഒന്നും എടുത്തിട്ടാ. നിലയ്ക്കൊന്ന് കേട്ടോ, ഈ വാക്സിനേഷൻ ഉണ്ടാക്കിയ കമ്പനി തന്നെ പറയുന്നുണ്ട് ഈ വാക്സിനേഷൻ എടുത്ത ആൾക്കാരൊക്കെ മയ്യത്താവുന്നല്ലേ? മയ്യത്താവുന്ന വെറുതെ പറയല്ല, അത് സർക്കാർ പറഞ്ഞിട്ടല്ലേ. നമ്മുടെ വായന വെള്ളം വറ്റിക്കാന്നാണ്ട് ഒരു കാര്യമില്ല. ഇനിയിപ്പോ തക്ക മാച്ച് കളി. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മുടെ സുഗതന്റെ മകല്ലേ പ്യാരി പോയി. എടാ പോയിന്ന് പറഞ്ഞാൽ മരിച്ചോയിന്നല്ല, ആശുപത്രി പോയി രക്തം കട്ട പിടിക്കണ നോക്കാൻ വേണ്ടിട്ട്. അത് ഞാൻ അറിഞ്ഞി. അത് ഒരു വാക്സിന്റെ കുഴപ്പമല്ല, അത് ചതിയാണ്. ദൈവം കൊടുത്ത ശിക്ഷ. എന്തിന്? ഓനെ ചതിച്ചാണ്. ഓൻ എന്നെയും കൂട്ടി പെണ്ണെ കാണാൻ പോയി. പക്ഷെ ആ പെണ്ണിനെ ഒന്ന് തട്ടിയെടുക്കാൻ നോക്കി. എന്നാ കല്യാണം നടക്കില്ല. അതറിഞ്ഞ നീ? അത് നടക്കില്ല. അറിഞ്ഞില്ലേ? കല്യാണം നടക്കൂല. വാക്സിനേഷൻ എടുത്ത ചെക്കനെ പെണ്ണിന്റെ വീട്ടുകാർക്ക് മാണ്ടാന്ന്. സത്യം, പെണ്ണ് കൊടുക്കില്ല. മന്മഥൻ, ഇതെല്ലാം നോർമലാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് തോന്നണത് മന്മഥേട്ടന്റെ തോന്നലാന്നാ. അത് ആ വാക്സിൻ എടുത്തവർക്ക് ഇങ്ങനെ രക്തം കട്ട പിടിക്കും, പ്ലേറ്റ്ലെറ്റ് കുറയുന്നൊക്കെ വാർത്തയൊക്കെ വന്നില്ലേ? നമ്മുടെ പ്രദേശത്ത് തന്നെ കുറെ ചെറുപ്പക്കാരൊക്കെ ഇപ്പം മരിച്ചു ഡോക്ടറെ, ഈ വാക്സിൻ എടുത്തതിൻ്റെ ഒക്കെ. അപ്പൊ അത് വലിയ പ്രശ്നമാണെന്നാണ് ഇങ്ങനെ പൊതുവെ. വാക്സിൻ എടുത്തത് കൊണ്ടാണ് ഈ മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഏത് മരുന്ന് കഴിച്ചാലും അതിന് പാർശ്വഫലങ്ങളുണ്ട്. ഇപ്പോൾ പാരസിറ്റമോൾ, പനി വന്നു കഴിഞ്ഞാൽ ആളുകൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വാങ്ങി കഴിക്കുന്നില്ലേ? മിഠായി കഴിക്കുന്നത് പോലെയാണ് ആളുകൾ കഴിക്കുന്നത്. അത് നല്ല പാർശ്വഫലമുണ്ട്. അപ്പോൾ വാക്സിൻ എടുത്തിട്ടാണ് ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്, കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്നൊന്നും പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. അതൊക്കെ വെറുതെ ആളുകൾ ഊഹാപോഹങ്ങൾ പറയുന്നതാണ്. ഡോക്ടറെ, ഈ കോവിഡ് വരാത്തവരും വാക്സിൻ എടുത്ത ആൾക്കാരുണ്ടല്ലോ, അതിൽപ്പെട്ടവരും അറ്റാക്ക് വന്ന് മരിച്ചതായിട്ട് കേട്ടിരുന്നു. അതൊന്നും ഇപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ കോവിഡ് വന്നിട്ടില്ല എന്നുള്ളത് ഒരാൾക്ക് അങ്ങനെ സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. അയാൾക്ക് കോവിഡൊക്കെ വന്നിട്ടുണ്ടാവും. എല്ലാ ആളുകൾക്കും അതിൻ്റെ സിംറ്റംസ് കാണിക്കണമെന്നില്ല. ചില ആളുകൾക്ക് കാണിക്കും, ചില ആൾക്ക് കാണിക്കില്ല. അത്രയേ ഉള്ളൂ. അത് ഇപ്പോൾ ഈ വാക്സിൻ വരുന്നതിന് മുമ്പേ ആളുകൾ അറ്റാക്കായിട്ട് മരിച്ചിട്ടില്ലേ? ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് എന്തെല്ലാം അസുഖങ്ങളുണ്ടായിരുന്നു. പോളിയോ, വസൂരി, വില്ലൻ ചുമ, മലേറിയ, ഈ വക അസുഖങ്ങൾ ഇപ്പോൾ ഉണ്ടോ? എന്തല്ലാത്തത്? അത് വാക്സിനേഷൻ കൊണ്ടാണ്. വാക്സിനേഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതും അത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ടാണ് ആ അസുഖം ഭൂലോകത്ത് നിന്ന് നമ്മൾ തുടച്ചു നീക്കിയത്. അത് ശാസ്ത്രത്തിന്റെ വളർച്ചയാണ്. അതല്ല ഡോക്ടറെ, ഏതോ മരുന്ന് കമ്പനിക്കാര് ഇങ്ങനെ വാക്സിന്റെ പ്രശ്നം ഉണ്ടെന്ന് അവര് സമ്മതിച്ചു എന്നൊക്കെയായിരുന്നു വാർത്ത. മരുന്നിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന്. അതെന്താണെന്നറിയാമോ? അത് ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന ഒരു മരുന്ന് വിതരണ കമ്പനി ബ്രിട്ടീഷ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു അഫിഡവിറ്റിൽ പറയുന്ന കാര്യം. അതാണ് ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ആളുകൾ അറ്റാക്ക് വരുന്നു, മരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ഇപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. ഒരു മരുന്ന് കമ്പനിയും ആളുകൾ അറ്റാക്ക് വന്ന് മരിക്കുന്നതും അല്ലാതെ മരിക്കുന്നതൊന്നും ഒക്കെ ഈ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ന് ഒരു കമ്പനി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ വാക്സിൻ വിരോധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു വരുത്തുന്നതാണ്. പിന്നെ ഈ കോവിഡ് വന്നിട്ട് ലോകമാകെ സ്തംഭിച്ചു നിൽക്കുന്ന സമയത്ത് ഈ വാക്സിൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താണ്? അതാലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മരണനിരക്ക് ഒരു വലിയ പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടില്ലേ? ഈ അസുഖത്തിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ലേ? അപ്പം നമ്മൾ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നില്ലേ? മുമ്പ് അതിന് പറ്റിയിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. വാക്സിൻ്റെ ആ ഗുണത്തെ നമ്മൾ കാണാതെ പോകുന്നു.